സൂര്യകുമാരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടല്ലോ, കിഡ്സ് കോട്ടയത്തെ മനോഹരമായ ഒരു കോളേജാണ്. അവിടുത്തെ കുട്ടികളൊക്കെ എല്ലാം റെഡിയായി നിൽക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമുക്ക് അവരുടെ ഒരു കഴിവ് മനസ്സിലായി. നമ്മളൊരു വെറൈറ്റി സ്ക്രിപ്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. അത് എങ്ങനെ അവർ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മേഘം എന്ന സിനിമയിൽ ശ്രീനിവാസൻ്റെ മനോഹരമായ ഒരു കഥാപാത്രമാണ്. അതിൽ മീനാക്ഷിയെ കെട്ടാൻ വേണ്ടി പുള്ളി പെടുന്ന ഒരു പെടാപ്പാടുണ്ട്. അതാണ് നമ്മൾ അടുത്തത് പിള്ളേർക്ക് കൊടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് കാണാം. എന്താണ് പേര്? ശ്രീരാജ്. ശ്രീരാജ്. ശ്രീരാജ് പിന്നെ എവിടെ നാട്? പാലക്കാട്. കണ്ണിലെന്ത് പറ്റി? കണ്ണിലൊന്നും വീണ ആണോ? അപ്പം അതിൻ്റെ വൈഡ്രോപ്പ് ഒഴിക്കുന്നുണ്ടോ? ഇല്ലല്ല, അത് പോണം, വെലിഞ്ഞു പോകണം. ആക്ഷൻ. പല ബാങ്കുകളായിട്ട് എൻ്റെ പേരിൽ നിക്ഷേപിച്ച ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഉടുമ്പുംതറ, പൂച്ചക്കാട് സ്ഥലങ്ങളിലെ സിനിമാ കോട്ടകൾ മറ്റാരുടെയുമല്ല, എൻ്റേതാ. മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജൗളി കട മറ്റാരുടെയുമല്ല. എനിക്ക് ആ പീറ പട്ടാളക്കാരൻ്റെ തോക്ക് മോഷ്ടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അനുജൻ കുഞ്ഞൂട്ടന് കൈവശ അമ്മാവിന് ഞാൻ 20 ഷെഡ്യൂൾ കൊടുത്തു വിട്ടുണ്ടായിരുന്നു. അമ്മാവിന് കിട്ടിക്കാണുമല്ലോ? ഇല്ല. മറ്റുള്ളവർക്കെല്ലാം എന്താണ് അമ്മാവിനാണ്, അമ്മാവനെയാണ് ഇഷ്ടം. അമ്മാവിനെയാണ് ഇഷ്ടം. മറ്റുള്ളവർക്ക് അങ്ങനെയാണോ? അല്ലല്ല, മറ്റുള്ളവർക്കെല്ലാം കുഞ്ഞൂട്ടനെയും അമ്മാവിനും. രാത്രിയാ. താനിപ്പോ എന്താടോ പറഞ്ഞേ? പാളിപ്പോയാ? എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? എണ്ണ തേച്ച് കുളിക്ക്. കൺമണി എവിടെ താൻ പറഞ്ഞത്? പറയാൻ കൊള്ളൂ. എടോ കൺമണി എവിടെയുണ്ടെന്ന്? വിഷമം കൊണ്ടാ? മറ്റുള്ളവർക്കെല്ലാം പട്ടാളക്കാരനെയും അമ്മാവിനെ മാത്രമേ എന്നെ ഇഷ്ടമാണെന്ന് കേട്ട്. കേട്ടോ? ആര് പറഞ്ഞു? കുഞ്ഞൂട്ടൻ. പാടില്ല. നിർത്തോ. കുറെ നേരം തന്നെ തൊഴുകണോ? ഞാൻ എന്താണോ ഹനുമാൻ സമയം എഴുതിട്ട് പോടോ. അവന്റെ അമ്മൂമ്മയുടെ തൊഴുകല്. കുഞ്ഞൂട്ടന്റെ അന്ത്യം. അന്ത്യോ? കുഞ്ഞൂട്ടന്റെ അന്ത്യോ? ആ ചിരിക്കൊടുക്കാൻ വിളി. ഇങ്ങ് വാ. നീ ഒരു മറ്റേ ഫ്രണ്ട്സിനകത്ത് ശ്രീനിവാസൻ ലാസ്റ്റ് ചിരിക്കുന്നതൊക്കെ ആയിപ്പോയല്ലേ അവൻ. എല്ലാരും ചിരി നിർത്തിയപ്പോ ഇവന്റെ ഒരു ചിരി ഫ്രണ്ട്സിനകത്ത് ശ്രീനിവാസ കണക്കാണ്. എന്ത് പറ്റി? ഇവന്റെ ഏത് ഡയലോഗ് കേട്ടോ നീ ചിരിച്ച? ചിരി വന്നതാ. വല്ലാത്ത ചിരിയാണ്. മീനാക്ഷിയെ കെട്ടിച്ചു തരാ പറഞ്ഞു അനിയൻ കുഞ്ഞൂട്ടൻ. ഞാൻ ജയിലിൽ പോയ സമയത്ത് കുഞ്ഞൂട്ടൻ കെട്ടിച്ചേരാ. കുഞ്ഞൂട്ടനെ കെട്ടിച്ചേർന്നു. അല്ല, മീനാക്ഷിയുടെ കല്യാണം. മീനാക്ഷിയുടെ കല്യാണം കഴിഞ്ഞ കൊല്ലം എല്ലാ കൊല്ലവും മീനാക്ഷിക്ക് ഞാൻ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത്? മാല, വള, സാരികൾ. എന്നിട്ട് അവൻ ചതച്ചു. തോക്കേസിൽ ഞാൻ ജയിലിൽ പോയപ്പോ കുഞ്ഞൂട്ടനെ വിട്ട് വിളിപ്പിച്ചു. വന്നാ കുഞ്ഞൂട്ടൻ? ഇല്ല, വന്നില്ല. മീനാക്ഷിയുടെ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞോ? പറഞ്ഞു. ഇല്ല, കല്യാണം കഴിച്ചു കൊടുക്കില്ല പറഞ്ഞു. എന്തുകൊണ്ട്? ജയിലിൽ പോയതുകൊണ്ട്. ജയിലിൽ പോയതുകൊണ്ട് കുഞ്ഞൂട്ടന് കല്യാണം കുഞ്ഞൂട്ടൻ കല്യാണം കഴിച്ചു കൊടുക്കില്ല പറഞ്ഞു. ഇല്ലല്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മീനാക്ഷിയെ കല്യാണം കഴിച്ചു കൊടുക്കില്ല പറഞ്ഞു. പേരെന്തായിരുന്നു? എന്റെ ശ്രീരാജ്. നിന്റെ പേരെന്തിടാ? ഒരു മിനിറ്റ്. ഇയാളാണോ മണവാളൻ? അയ്യേ. ആരുടെയാ? ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? മീനാക്ഷി. മര്യാദക്ക് തിരിച്ചു വന്നേക്ക്. തരില്ലെന്നോ? മീനാക്ഷിയെ കല്യാണം കഴിച്ചു കൊടുക്കില്ല പറഞ്ഞു. അത് ശരിയാണോ? ഇല്ല, അതിന്റെ ഇടയിൽ കുറച്ചുണ്ട്. Because what impossible itself means I am possible. എന്താ പേര്? ഷിഹാന. ഷിഹാന. നൈസ് നെയിം. എന്താണ് അതിന്റെ അർത്ഥം? അയ്യോ, സക്സസ്. ആക്ഷൻ. പല ബാങ്കുകളിലായി എൻ്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ കറുവട്ടൂർ, ഉടുമ്പുംതറ, പൂച്ചക്കാട് എന്ന സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടക എൻ്റേതാണ്. മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജൗളിക്കടയും മറ്റാരുടേതുമല്ല, അത് എൻ്റേതാണ്.
അങ്ങനെയുള്ള എനിക്ക് ആ പീറ പട്ടാളക്കാരൻ്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ കുഞ്ഞിക്കുട്ടൻ വക കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചായിരുന്നു, കിട്ടിയായിരുന്നോ? ഇല്ലല്ല. ഞാനൊരു 20 20 പുതിയ കണക്കാണല്ലേ? ഞാനൊരു 20 ഇല്ല 20 ഞാനൊരു 20 അയ്യോ നീ കോടതിയിൽ നിന്നുള്ള എന്താ അത് അമ്മയ്ക്ക് സ്ക്യൂരി അതുമായിട്ടല്ലടാ നീ സ്ഥലമിടപാടിന് വന്നത്. ഞാനൊരു 20 അയ്യോ കിട്ടുന്നില്ല. അയ്യേ, ഞാനൊരു 20 അയ്യോ അത് ശരിയാക്കിട്ട് പോയാ മതി. സുശീല എല്ലാരും വിളിച്ചു. ഞാൻ കുഞ്ഞിക്കുട്ടൻ വക കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചായിരുന്നു. ഞാനൊരു 20 ഷഡ്ഡി കൊടുത്തയച്ചു. ഛർദിയോ? ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. ഞാനൊരു 20 ഷഡ്ഡി കൊടുത്തയച്ചായിരുന്നല്ലോ, കിട്ടിയായിരുന്നോ? മറ്റുള്ളവർക്കൊക്കെ പട്ടാളക്കാരെയും അമ്മാവിന് എന്നോടുമാണ് താല്പര്യമെന്ന് പറഞ്ഞായിരുന്നു. ആ കുഞ്ഞൂട്ടൻ എവിടെ? അവനെ വിളിക്ക്. അവനൊരു ചെറ്റയാണ്. ഇന്നവന്റെ അന്ത്യമാണ്. അതൊക്കെ കറക്റ്റായിട്ട് ഒരു അക്ഷരം പോലും തെറ്റാ പറഞ്ഞു. ഇന്ന് അവൻ്റെ അന്ത്യമാണെന്ന്. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചായിരുന്നു. സ്വർണ്ണമാല, സാരികൾ, വളകൾ എല്ലാം ഞാൻ കൊടുത്തയച്ചായിരുന്നു. പിന്നെ അമ്മാവിന് 20 ഷഡ്ഡിയും കൊടുത്തയച്ചായിരുന്നു. ആ തോക്ക് കേസിൽ ഞാൻ ലോക്കപ്പിലായപ്പോൾ ഞാൻ ആളെ പറഞ്ഞു വിട്ടായിരുന്നു. അപ്പൊ പറഞ്ഞത് ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷിയെ എനിക്ക് കെട്ടിച്ചു തരാൻ താല്പര്യമില്ല എന്നാണ്. ശരിയാണോ അത്? ഇല്ലല്ല, ശരി സാർ. എന്താ പേര്? മനസ്സിലായി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3rd ഇയർ. റെഡി 1 2 3 സ്റ്റാർട്ട്. പല കാലങ്ങളായി ഞാൻ ബാങ്കിൽ ഇട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല. കടവന്ത്ര, കടവന്തറ എങ്ങോട്ട്? കടവത്തൂർ, ഉടുമ്പന്തറ, പൂച്ചക്കാട് എന്നിവിടങ്ങളിൽ എനിക്ക് സ്വന്തമായിട്ട് സിനിമ കൊട്ടകയുണ്ട്. മത്തിക്കരയിൽ എനിക്ക് സ്വന്തമായിട്ട് ഓം വിഘ്നേശ്വര ജൗളിക്കടയും ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട ഒരു പീറ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? അനുജൻ കുഞ്ഞുകുട്ടന്റെ കയ്യിൽ അമ്മാവിന് ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിക്കാണുമല്ലോ. അമ്മാവ് ഞാൻ 20 ഷഡ്ഡിയും കൊടുത്തയച്ചിട്ടുണ്ട്. പോയി 50 രൂപ പോയി. സാരമില്ല, 5 കൊല്ലം ഉപയോഗിച്ചല്ലേ, അത് മതി. അതറിഞ്ഞില്ലേ? ബാക്കി എല്ലാവർക്കും ആ പട്ടാളക്കാരന്റെയും അമ്മാവൻ എന്റേതുമാണ് താല്പര്യമെന്ന് ഞാൻ അത്രക്കാരനല്ല സാർ. എന്നെങ്ങനെ കാണരുത്, ഒരു സഹോദരനായിട്ട് കാണണം. സാറിനുമില്ല അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. മറ്റുള്ളവർക്ക് ആ പട്ടാളക്കാരന്റെയും അമ്മാവന് എന്നെയുമാണ് താല്പര്യമെന്ന് അവൻ പറഞ്ഞു. എവിടെ അവൻ? വിളിക്കവന്. എനിക്കറിയാം അവനൊരു ചെറ്റയാണെന്ന്. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. മീനാക്ഷിക്ക് ഞാൻ സാരിയും സ്വർണമാലയും വളകളും അമ്മാവന് 20 ഷഡ്ഡികളും ഞാൻ കൊടുത്തയച്ചിരുന്നു. തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ജയിലിൽ പോയപ്പോൾ അവനെ കാണാൻ ആളെ അയച്ചിരുന്നു. അപ്പോൾ ആ തെണ്ടി പറഞ്ഞത് ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷിക്ക് എന്നെ കെട്ടിച്ചു തരില്ല എന്നാണ്. ശരിയാണോ? അല്ല. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്താണ് പേര്? അനാമിക. അനാമിക. ഏതിനാ പഠിക്കുന്നത്? CSC. ആക്ഷൻ. പല ബാങ്കുകളിലായി ലക്ഷക്കണക്കിന് പൈസ ഞാൻ ഇട്ടത് ആർക്കും അറിയില്ല. അറിയണ്ട, ആർക്കും അറിയണ്ട. പല ബാങ്കുകളിലായി ലക്ഷക്കണക്ക് പൈസ പണം ഞാൻ ഇട്ടത് ഞാൻ പറയുന്നില്ല. കറുവട്ടൂർ, പൂച്ചക്കാട്, പിന്നെ വേറെ ഉടുമ്പന്തറ സ്ഥലത്തിലെ സിനിമ കൊട്ടക എന്റേതാണ്. മത്തിക്കരയിലെ ജൗളിക്കടയും എന്റെ പേരിലാണ്. ജൗളിക്കടയിലെ ഓം വിഘ്നേശ്വര. പക്ഷെ ഇതൊന്നും ഞാൻ എല്ലായിടത്തും പോയി പറയുന്നില്ല. അത് വെച്ചിട്ട് ഞാനൊരു പീറ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യം എനിക്കില്ല. കുഞ്ഞിക്കുട്ടൻ വഴി ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടേക്ക് വന്നിട്ടില്ലേ? 20 ഷഡ്ഡിയും പിന്നെ അതും. To my love, happy Valentine's Day. Valentine's gift.
ദൈവമേ എൻ്റെ ഈ അവസ്ഥ അറിഞ്ഞു എന്നെ പ്രേമിക്കാൻ പെണ്ണുങ്ങളോ? മറ്റുള്ളവർക്ക് പട്ടാളക്കാരനെയും അമ്മാവനെ എന്നെയാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. അയാൾ കുഞ്ഞിക്കുട്ടൻ ഒരു ചെറ്റയാണ്. വിളിക്കാനെ അവന്റെ അന്ത്യമാണെന്ന്. മീനാക്ഷിയെ കെട്ടിച്ചേരാൻ പറഞ്ഞിട്ട് അവൻ എന്നെ പറ്റിച്ചു. ഞാനൊരു തോക്ക് മോഷ്ടിച്ചതിന്റെ പേരിലാണ്. ആ മാലയും 20 പവൻ സ്വർണ്ണമാലയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ 20 ഷെഡിയും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു തോക്ക് മോഷ്ടിച്ചതുകൊണ്ടാണോ എന്നെ മീനാക്ഷിക്ക് കെട്ടിച്ച് തരാത്തത്? അല്ല, വികാരങ്ങളുടെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ് ഇതവരേക്കാന്നും ഈ സുഗുണം മുത്തുന്നിട്ട് കിട്ടില്ല. മൊത്തം പൊളിക്കേണ്ടി വരും. തോക്ക് കേസ് പെട്ട് ഞാൻ ലോക്കപ്പ് പോയി. അവിടെ നിന്നിട്ട് ആരും വന്നില്ല. അത് ഞാൻ അല്ല, മറ്റേ കുഞ്ഞിക്കുട്ടൻ വന്നില്ല. കള്ളനായതുകൊണ്ടല്ലേ മീനാക്ഷി കെട്ടിച്ച് തരാം. എന്തായാലും ഇത്ര പെട്ടെന്ന് തന്നെ പറഞ്ഞില്ല, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? എന്താ പേര്? ശിവപ്രിയ. 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 സ്റ്റാർട്ട്. പല ബാങ്കുകളിലായി എൻ്റെ പേരിൽ കിടക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയണ്ടല്ലോ. കടുവട്ടൂർ, ഉടുമ്പന്തറ, പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ എനിക്ക് സിനിമ സിനിമ കൊട്ടക ഉണ്ടല്ലോ. മത്തിക്കരയിൽ എനിക്ക് സ്വന്തമായിട്ട് എന്തുവാ ജൗളിക്കടയുണ്ട്. അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് ഒരു പീറപ്പട്ടാളക്കാരൻ്റെ തോക്ക്? ഞാൻ മറ്റേ അനിയൻ കുഞ്ഞോട്ടൻ്റെ കയ്യിൽ അമ്മാവിന് കുറച്ച് 20 ഷഡ്ഡിയൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് കിട്ടിക്കാണും. മറ്റുള്ളവർക്ക് ആ പട്ടാളക്കാരനെ ഇഷ്ടമാണെന്ന്. പക്ഷെ താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. മീനാക്ഷിക്ക് എന്തൊക്കെ കൊടുത്ത്? സാരി, മാല, സ്വർണം, അമ്മാവിന് ഷഡ്ഡി. മാമനും കൊടുത്തോ? ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ചെറ്റിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. തെറ്റിക്കാതെ. ഇപ്പൊ ഞാനായിരുന്നു തെറ്റിക്കുന്നത്. താൻ എന്തിനാ എന്നെ തല്ലിയത്? നോ റീസൺ. ഞാൻ തോക്ക് മോഷ്ടിച്ച കള്ളനായതുകൊണ്ട് എനിക്ക് കെട്ടിച്ചേരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആരെ കെട്ടിച്ചേരാൻ പറ്റത്തില്ല? ആരാ പേര് പറ? മീനാക്ഷി. അതെങ്കിലും അദ്ദേഹം പറയട്ടെ. മീനാക്ഷി. ഞാൻ പോട്ടെ, ദൈവം കാക്കട്ടെ. എന്നെ പേര്? മിന്നു. മിന്നു. നല്ല കണ്ണുകളാണല്ലോ മിന്നുവിന്റെ. ലെൻസ് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഏതിനാ പഠിക്കുന്നത്? S5 CSC. അപ്പോൾ ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. പല ബാങ്കുകളിലായി എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാനിവിടെ പറയുന്നില്ല. കടുവട്ടൂർ, ഉടുമ്പന്തറ, പൂച്ചക്കാട് എന്നിവിടങ്ങളിലായി എനിക്ക് വളരെ അധികം സിനിമ കൊട്ടകകളുണ്ട്. മാത്രമല്ല മത്തിക്കരയിലുള്ള ശ്രീ വിഘ്നേശ്വര ജൗളിക്കടയും എന്റേതാണ്. ഇങ്ങനെയുള്ള ഞാൻ ഒരു പീറ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട ആവശ്യം എന്താണ്? കുഞ്ഞിക്കുട്ടന്റെ വക അമ്മാവിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ, കുഞ്ഞിക്കുട്ടന്റെ വശം അമ്മാവിന് വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിരുന്നു. അമ്മാവനത് കിട്ടിക്കാണുമല്ലോ. 20 ഷഡ്ഡികൾ. അയാളത് തന്നില്ലേ? മാത്രമല്ല നാട്ടുകാർക്ക് ആ പട്ടാളക്കാരനെയും അമ്മാവനെ എന്നോടുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു. എന്ത്? അയാൾ എവിടെ? വിളിക്കവനെ. ഇന്ന് അവന്റെ അന്ത്യമാണ്. അവൻ ഒരു ചെറ്റയാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. അമ്മാവൻ ഇതൊന്നും അറിഞ്ഞില്ല. മീനാക്ഷിയെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് അയാൾ പറഞ്ഞിരുന്നു. മാത്രമല്ല മീനാക്ഷിക്ക് വേണ്ടിയിട്ട് സാരികൾ, സ്വർണമാലകൾ, വളകൾ എന്നിവയൊക്കെ ഞാൻ അയാളുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു. അവസാനം 20 ഷഡ്ഡികളും. അമ്മാവിന് വേണ്ടിയിട്ട് അവസാനം ഞാൻ അതും കൊടുത്തയച്ചിരുന്നു. അങ്ങനെ തോക്ക് കേസിൽ ഞാൻ ലോക്കപ്പിലായി കഴിഞ്ഞ് ഞാൻ അയാളെ വിളിപ്പിക്കാൻ വേണ്ടി ആളെ വിട്ടിരുന്നു. എന്നിട്ട് അയാൾ വന്നില്ല. അവസാനം അയാൾ പറയുകയാണ്, തോക്ക് കേസിൽപ്പെട്ട് ഒരു കള്ളനായിട്ടുള്ള എനിക്ക് മീനാക്ഷിയെ കെട്ടിച്ചു തരാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല എന്ന്. അത് ശരിയാണോ? ഇവന് എന്താ സാധനം? ചീങ്കണ്ണിയാ. ഇവ IAS എടുത്തിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കളക്ടർ ആവൂട്ടാ. എറണാകുളം. സ്റ്റാർട്ട്. പല ബാങ്കുകളിലായി
എൻ്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ കടുവട്ടൂർ, ഉടുമ്പന്തറ, പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടക എൻ്റേതാണ്. അങ്ങനെയുള്ള എനിക്ക് ഒരു പീറ പട്ടാളക്കാരൻ്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യം എന്താണ്? കുഞ്ഞുകുട്ടൻ വശം അമ്മാവിന് ചില സാധനങ്ങൾ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നല്ലോ, കിട്ടിയില്ലേ? കിട്ടിയോ? മറ്റുള്ളവർക്ക് പട്ടാളക്കാരനെയും അമ്മാവൻ എന്നെയുമാണ് ഇഷ്ടമെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അവനെ ഇങ്ങനെ വിളിക്ക്. അവന് ഇന്ന് അവന്റെ അന്ത്യമാണ്. ഞാനിന്ന് അവനെ കൊല്ലും. എനിക്ക് അവനെ പണ്ടേ സംശയമുണ്ടായിരുന്നു. അവനൊരു ചെറ്റയാണ്. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. മീനാക്ഷി എനിക്ക് കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. എത്രയോ സ്വർണ്ണമാലകൾ, എത്രയോ സാരികൾ, എത്രയോ വളകൾ. അമ്മാവന് 20 ഷഡ്ഡിയും കൊടുത്തയച്ചിരുന്നു. തോക്ക് കേസിൽ ഞാൻ ജയിലിൽ പോയപ്പോൾ ആളെ വിട്ട് ഞാൻ അവനെ വിളിച്ചിരുന്നു. പക്ഷെ അവൻ വന്നില്ല. അവന് കള്ളനായോണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചു തരത്തില്ലെന്ന് പറഞ്ഞു. ശരിയാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ പെർഫോമൻസ്? കൊള്ളായിരുന്നു, അടിപൊളി. പിന്നെ റെഡി ആക്ഷൻ. ചേട്ടൻ നെടുമുടി വേണം. ചേട്ടൻ ഇങ്ങനെ നെടുമുടി വേണു. ഉള്ളിന്ന് വരട്ടെ, ചിരിക്കണ്ട. ആക്ഷൻ. അഭിനയത്തിന്റെ ഒരു ആവശ്യം അതേ കഥാപാത്രമാവുക. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ആക്ഷൻ. ഫസ്റ്റത്തെ ഡയലോഗ് എന്തായിരുന്നു? കൊള്ളിച്ചിടിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരുപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? പല പല ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കണായിട്ടുള്ള നമ്മുടെ പല പല ഭാഗങ്ങളിൽ പൂരങ്ങളുടെ പല പല ബാങ്കുകളിലായിട്ട് കെട്ടിക്കിടക്കണ പണത്തിന്റെ കണക്ക് അവിടെ പറയണില്ല. ലക്ഷങ്ങളുടെ പല പല ബാങ്കുകളിലായിട്ട് കെട്ടിക്കിടക്കണ ലക്ഷക്കണക്കിന് കടങ്ങളല്ലല്ലോ, കടങ്ങളങ്ങനെ വരും. പല പല ബാങ്കുകളിലായിട്ട് ലക്ഷക്കണക്കിന് പണം കെട്ടിക്കിടപ്പുണ്ട്. കെട്ടിക്കിടക്കാൻ മാത്രം ഡാമാണോ കെട്ടിക്കിടക്കാൻ? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. പല പല നീ എന്താ ആളെ കളിയാക്കുന്നോ? പല പല ഭാഗങ്ങളിലായിട്ട് കൈ ചൂണ്ടില്ലല്ലോ ആദ്യം. പവിത്ര എന്തെന്ന്? പല പല ബാങ്കുകളിലായിട്ട് എന്റെ പേരിൽ കെട്ടിക്കിടക്കണ. അയ്യോ, അവൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ്. പല ബാങ്കുകളിലായിട്ട് എന്റെ പേരിൽ കിടക്കണ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യം ഞാൻ പറയണില്ല. പക്ഷെ കടവട്ടൂര്, ഉടുമ്പന്തറ, പൂച്ചക്കാട് എന്നീ സ്ഥലങ്ങളിലെ ജൗളിക്കടയല്ലേ, സിനിമാക്കോട്ട മാറിപ്പോയി. സിനിമാക്കോട്ടയാണേ. സിനിമാക്കോട്ട വല്ല പറഞ്ഞ പോലെ. സിനിമാക്കോട്ട എന്റെയാണ്. പിന്നെ പൂച്ചക്കാട് പൂച്ചക്കാടല്ല, പിന്നെ മത്തിക്കരയിലെ ജൗളിക്കടയെ മറ്റാരുടെ അല്ല, അത് തന്നെയാണ്. മത്തിക്കര കിടക്കണ പിന്നെ മത്തിക്കര കിടക്കണ ഫിഗർ പിടിക്കട്ടെ, അതുകൊണ്ടാ വരാത്തത്. എന്റെ മൂക്കിലടിക്കണം. അടിച്ചില്ല നമഹ എന്ന് പറ. എന്റെ ശബരിമല മുര. ഇത് ആ സാധനോട് അടിച്ച്. ഓം വിഘ്നേശ്വര. മത്തിക്കരയിലെ ചേട്ടാ ഈ മൈക്കൊന്നും മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജൗളിക്കടയും മറ്റാരുടെ അല്ല, നമ്മുടെയാണ്. എനിക്ക് ഒരു പീറ പട്ടാളക്കാരൻ്റെ തോക്ക് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഞാൻ കുഞ്ഞിക്കുട്ടൻ വക ഞാൻ അമ്മാവന് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടിരുന്നു. ഒരു 20 ജെട്ടികൾ കിട്ടിയായിരുന്നല്ലേ? ഇല്ല, അത് മുക്കി. അവനെ അറിയാം, എനിക്ക് പണ്ടേ അറിയാം. ഞാൻ കക്കൂലാന്നും നിങ്ങൾ മുക്കൂലാന്നും നമുക്കറിയാം. എല്ലാം നിങ്ങളുടെ അണ്ണൻ, ആ പരമ നാറി തെണ്ടി സെറ്റ ആഭാസ അട്ടാസൻ തമ്മാടൻ, അവൻ കൊണ്ടുപോയതാ.
മറ്റുള്ളവർക്ക് പട്ടാളക്കാരനെ, അമ്മാവന് എന്നോടുമാണ് ഒരു ഇതെന്ന് അവൻ്റെ അടുത്ത് ഇത് പറഞ്ഞായിരുന്നു. ആ ഇത് വെച്ചിട്ട് ഇതല്ല. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. മറ്റുള്ളവർക്ക് അവനെയും പട്ടാളക്കാരനെ, മറ്റുള്ളവർക്ക് പട്ടാളക്കാരനെയും അമ്മാവനെ എന്നോടുമാണ് താല്പര്യം എന്ന് അവൻ പറഞ്ഞായിരുന്നു. അവനെ വിളി, അനിയൻകുട്ടനെ വിളി, അവൻ വരട്ടെ. അവനെ ഞാൻ അവൻ ചെറ്റാണ്, പണ്ട് എനിക്കറിയാം അവനെ, അവൻ ചെറ്റാണ്. അവനെ വിളി, അവനെ ഞാൻ തീർക്കും. ഞാൻ മീനാക്ഷിനെ കെട്ടിച്ചരാന്ന് പറഞ്ഞായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ മാല, വള, സാരി, അങ്ങനെ എന്തെല്ലാം കൊടുത്തു വിട്ടു. അമ്മാവനൊരു 20 ഷെഡി അന്നവൻ തന്നില്ല. തോക്ക് കേസിൽ ജയിലിൽ കിടന്ന ടൈമിൽ തോക്ക് കേസിൽ ജയിലിൽ കിടന്ന അല്ല, ഇതിൽ സാടില്ല. ഇത് പറയുമ്പോൾ സാടുള്ളൂ. അതുകൊണ്ട് മീനാക്ഷിക്ക് വേണ്ടി ഞാൻ മാല, വള വിൽക്കുമായിരുന്നില്ലേ, സാഡിൻ്റെ ആണ്. മാല, വള, കമ്മല്. ചിരി വരുന്നല്ലേ? അത് ആൻസൈറ്റിയുടെ ആണ്. അവക്ക് വേണ്ടി സാരി, മാല, വള, കമ്മല്, പൊട്ട്. എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കണേ. അപ്പൊ ഇത്രയൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത്, എന്നിട്ട് അമ്മാവനൊരു 50 ഷെഡിയും കൊടുത്ത്. സ്വന്തമായിട്ടൊരു ചെട്ടി ഏറെ നാളായി കൊതിച്ചോരെ, സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ചെട്ടി. ഒരു തോക്ക് കേസിൽ ഞാൻ ജയിലിൽ കിടന്നപ്പം ആളെ വിട്ട് ചോദിച്ച്, അല്ല അപ്പോഴവിടെ ആരും വന്നില്ല. തോക്ക് പൊട്ടിച്ച പേരിൽ കള്ളനായിക്കൊണ്ട് എനിക്ക് അവളെ കെട്ടിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ശരിയാണ് അമ്മാവ? അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. എങ്കിലും ചെറിയ ചില വ്യത്യാസം, അതായത് സ്ക്രിപ്റ്റ് വളരെ കറക്റ്റായിട്ട് തന്നെ പഠിച്ചിട്ട് ഇവിടെ വന്ന് പറഞ്ഞ് വളരെ മനോഹരമായി തന്നെ ആക്ട് ചെയ്ത മിന്നുവിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. മിന്നു ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു മനോഹരമായിട്ട്. ഇനി നമ്മുടെ ഒരു വേദിയിൽ ആദ്യം വരുന്നവർക്ക് എപ്പോഴും നമ്മളൊരു അംഗീകാരം കൊടുക്കാറുണ്ട്. മനോഹരമായി ആക്ട് ചെയ്ത ആ പാർവതിക്കുട്ടിക്ക് ഒരു നല്ല സമ്മാനം കൊടുക്കാൻ ശ്രമമാണ്. ബദ്രീസ് നൽകുന്ന ഒരു ഫേഷ്യൽ കിറ്റാണത്. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ഒരു ഗിഫ്റ്റ്. അപ്പോൾ ഇനി നമ്മളെ നല്ല രസകരമായി ചിരിപ്പിച്ച ഒരാളെ ഞാൻ വിളിക്കുകയാണ്. അൻസിലയ്ക്ക് വസ്ത്രവ്യാപാര രംഗത്തെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മിൽമിത്ത് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഉപകാരം. കൺഗ്രാറ്റ്സ്. ഇനി വിളിക്കാം ഷിഫാന അല്ലേ? ഷിഹാന. ഓക്കെ, ഷിഹാനയ്ക്ക് നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക 25,000 ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. പിന്നെ അവർ തന്നെ ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു ശ്രീരാജ് ആൻഡ് ടെസിൻ. വരൂ. ശ്രീരാജ് ലാസ്റ്റ് വന്നിട്ട് ഭയങ്കര എന്താണ് സങ്കടവും. അല്ല, കെസിൻ അവസാനം വന്നിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളെ ചിരിപ്പിക്കാൻ ശ്രമിച്ച ആളാണ്. അപ്പോൾ രണ്ടുപേരും രസകരമായിരുന്നു. ഇതാ ചെറിയ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക രണ്ടുപേർക്കും ചെറിയ ഉപഹാരം. ഓക്കെ, അപ്പം ഈ 2 എപ്പിസോഡുകൾ മനോഹരമായിരുന്നു KITSലെ. പക്ഷേ ഇനിയും നമുക്ക് ഇവരുടെ കയ്യിൽ ഒരുപാട് സംഭവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ വേറെ കോളേജിൽ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ കോളേജിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.